മോനെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ട് പോയി. അതിന്റെ പേരും ഒന്നും അറിയത്തില്ല. വസ്തു കൂടുതലാണോ കുറവാണോ എന്നും അറിയില്ല. ഇതൊക്കെ ആരോട് ചോദിച്ചറിയാനാ? അയ്യ, ഇത്രയുള്ള കാര്യം. ഈ ഡിജിറ്റൽ സർവേ ചെയ്തതിന്റെ എന്റെ ഡീറ്റെയിൽസ് ഇതേപോലെ മാപ്പ് പോലെ കാണാൻ പറ്റും. എത്ര സ്ക്വയർ മീറ്റർ അളന്നിട്ടുണ്ടെന്നും അത് അപ്രൂവ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. വന്ന് ചെയ്ത സർവേയുടെ നെയിമും ഇനി പപ്പായ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും ഇനി ഇവരെ വിളിക്കണമെങ്കിൽ ആ നമ്പർ നമുക്ക് കിട്ടും ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. മോനെ ഇത് എങ്ങനെയുണ്ടോ? അത് ആർക്കും അറിയില്ലല്ലോ. ഇങ്ങനെ ഉണ്ട്. പലർക്കും അറിഞ്ഞൂടാ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വസ്തു ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. പപ്പ ശ്രദ്ധിച്ചു കേട്ടോണം. എന്റെ ഭൂമി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതാണ് ലിങ്ക്. ഈ സംഭവം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഡയറക്റ്റ് കയറണം. കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ലോഗിനിൽ ഇതുവരെ അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാ. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു പാസ്വേഡ് ഇട്ടിട്ട് നമ്മുടെ ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കണം. ഏതാ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന പോലെ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്റെ ഡാഷ്ബോർഡ്. ഇനി മെയിൻ തിങ് ഇവിടുത്തെ സേവനങ്ങളാണ്. എന്റെ ഭൂമി സേവനങ്ങളിൽ ആദ്യം ഭൂമി തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിങ്ങോട്ട് എടുക്കാം. ഇവിടെ മാപ്പ് ഉപയോഗിച്ച് പാഴ്സൽ തരിക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, സർവേ ഇത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഒന്ന് സർവേ ചെയ്തതെന്നും അതേപോലെ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടെന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് പ്രകാരം കാണാൻ പറ്റും. ഇത് എൻ്റയർ ഫൈനൽ സാധനമല്ല, പക്ഷെ ഇതുവരെയുള്ള അപ്ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മോനെ ഇത് ഭയങ്കര ഉപകാരമല്ലോ. ഇനി ഇത് മാത്രമല്ല സേവനങ്ങൾ. ഇവിടെ മുൻ സർവേ റെക്കോർഡ് കാണണമെങ്കിൽ അത് നമുക്ക് പറ്റും. അതേപോലെ പരാതി സമർപ്പിക്കണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പരാതി നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ഇനി പപ്പ പറഞ്ഞല്ലോ ഇതൊക്കെ ആരോട് ചോദിക്കുമെന്നോ. ഓരോരുത്തരും ഓരോ സ്പെസിഫിക് സർവേ ക്യാമ്പുകൾ കാണാം. ഈ പോർട്ടലിൽ ഈ 3 ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സർവീസുകൾ എന്ന ഓപ്ഷനകത്ത് സർവേ ക്യാമ്പ് ഓഫീസുകൾ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള സർവീസ് ക്യാമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഡയറക്റ്റ് മാപ്പിൽ പോയിട്ടും അവരുടെ നമ്പർ നമുക്ക് കിട്ടുന്നതാണ്. സിമ്പിൾ ആയിട്ട് പപ്പയ്ക്ക് എന്തിനോട് ചോദ്യം ചോദിക്കുക. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. മൊത്തം കാണാമല്ലോ. ഇപ്പൊ ഓക്കെ ആയി.